എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള SC/ST കോട്ടയിൽ ഒഴിവുള്ള BSc നഴ്സിംഗ് കോഴ്സിലെ സീറ്റുകളിലേക്ക് SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നു. BSc നഴ്സിംഗ് കോഴ്സുകളിൽ SC/ST വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് ഇതുവഴി അലോട്ട്മെൻറ്റ് ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നേരിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നാളെ, അതായത് ഒക്ടോബറിലെ സെപ്റ്റംബർ 30 രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പേര്, അതായത് ആപ്ലിക്കേഷൻ നമ്പർ നൽകി, അതായത് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പോകുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ ഫീസ് അടക്കാനുള്ള 1000 രൂപ സഹിതം വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പോവേണ്ടതാണ്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കോപ്പി കൂടി കയ്യിൽ കരുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ അപേക്ഷയുടെ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും കോളേജിൽ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് NOC സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വേക്കൻസിയുള്ള എല്ലാ കോളേജുകളും സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു കോളേജിലേക്ക് മാറുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ആ ഒരു കിട്ടിയിട്ടുള്ള കോളേജിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധമുള്ളതല്ല. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പങ്കെടുത്താൽ മതി. അത് നിങ്ങളുടെ താല്പര്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ചില വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CPASൽ നാളെ ഈ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു LBSലും CPASലും എങ്ങനെ പോകുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് CPASലാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോവുക. അതുപോലെ തന്നെ LBSൻ്റെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ LBSൻ്റെ ഏതെങ്കിലും ഒരു ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരാളെ, അതായത് നിങ്ങളുടെ രക്ഷിതാക്കൾ, അതായത് അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കാവുന്നതാണ്. അയക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും, അതുപോലെ തന്നെ ഈ ഒരു ഫീസ് അടക്കാനുള്ള 1000 രൂപയും, അതുപോലെ തന്നെ ഒരു പ്രോക്സി ഫോമും കൂടി നൽകേണ്ടതാണ്. പ്രോക്സി ഫോം എന്ന് പറഞ്ഞാൽ ഓതറൈസേഷൻ ലെറ്ററാണ്. അതായത് നിങ്ങളുടെ അനുമതി പത്രം നിങ്ങൾക്ക് ഈ ഒരു SC/ST വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ട് നൽകുന്ന ഒരു ഫോമാണ് പ്രോക്സി ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 27/9/2024 കാൻഡിഡേറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ SC/ST സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓൺ 30/9/2024 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ആ ഒരു ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു PDF ആണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇവിടെ ഈ ഒരു PDFൻ്റെ രണ്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റ് 2024 ഓതറൈസേഷൻ ലെറ്റർ സബ്മിറ്റഡ് ബൈ ആൻ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഓർ പ്രോക്സി ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നെയിം ഓഫ് കാൻഡിഡേറ്റ്, അതായത് ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിലാണ് നിങ്ങൾ ഈ ഒരു ഫോം കൂടി നിങ്ങൾ ആരെയാണോ പറഞ്ഞയക്കുന്നത് ഇതിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ കയ്യിലാണ് ഇത് നിങ്ങൾ സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം സൺ ഓർ ഡോക്ടർ ഓഫ് ശ്രീ ഓർ സ്മാർട്ട് എന്ന് ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ, അതായത് നിങ്ങളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ, അതായത് ഫാദർ ഓർ മദറിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം വിത്ത് ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണ് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് നമ്പർ, എത്ര റാങ്ക് ആണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നഴ്സിംഗിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ എത്രയാണ് എന്നുള്ളത് കൊടുക്കുക. അത് റാങ്ക് ലിസ്റ്റ് 1 എന്നാണ്. അതുപോലെ തന്നെ ഡു ഹേബി ഓതറൈസ്ഡ് ശ്രീ അല്ലെങ്കിൽ ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ ബീങ് ഓതറൈസ്ഡ്, അതായത് നിങ്ങൾ ആരെയാണോ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ പേര്, അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ് എന്നിവ ജസ്റ്റ് ഇവിടെ എഴുതുക. അത് ചെറുങ്ങനെ എഴുതേണ്ടി വരും, കാരണം ജസ്റ്റ് അത്ര സ്ഥലം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു റെപ്രസെൻറ്റ് മീ ടു റിപ്പോർട്ട് അറ്റ് ദ അലോട്ട്മെൻറ്റ് വെന്യൂ ഫോർ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ് 2024 ദ സിഗ്നേച്ചർ ഓഫ് ദ പേഴ്സൺ ഓതറൈസ്ഡ് ഈസ് അറ്റസ്റ്റഡ് ബിലോ ബൈ എ ഗസ്റ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് ഇവിടെ ഫോട്ടോഗ്രാഫ് ഓഫ് കാൻഡിഡേറ്റ്, അതായത് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ
അതായത് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, പേരല്ല സിഗ്നേച്ചർ, അതുപോലെ പേര്, അഡ്രസ്സ് എന്നിവ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഗസ്റ്റഡ് ഓഫീസറുടെ അടുത്ത് പോയിട്ട് അറ്റസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് രാവിലെ 11 മണിക്കേക്ക് ഇതിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഒരു SHO ഉണ്ടാകും, അവർ നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്, അതായത് അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ നിങ്ങൾക്ക് സീൽ ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ, അതായത് ഓഫീസൊക്കെ തുറക്കണമെങ്കിൽ ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേഷനിൽ പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം അവിടെ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ഫോട്ടോഗ്രാഫ് ഓഫ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അറ്റസ്റ്റഡ് ബൈ ദ കാൻഡിഡേറ്റ്. അതായത് ഇവിടെ നിങ്ങൾ ആരെയാണോ ചുമതലപ്പെടുത്തിയുള്ളത്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ആരാണോ ചുമതലപ്പെടുത്തിയുള്ളത് അവരുടെ ഫോട്ടോ എടുക്കുക. അതിനുശേഷം നിങ്ങൾ അത് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതായത് സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ജസ്റ്റ് നിങ്ങളുടെ പ്ലേസ്, ഡേറ്റ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നിവ അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പകരം മറ്റൊരാളെയാണ് അയക്കുന്നതെങ്കിൽ മാത്രമാണ് ഇത് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് ആവശ്യമുള്ളതല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇവിടെ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 12 എണ്ണമാണുള്ളത്. അപ്പോൾ ഈ ഒരു 14 ജില്ലകളിൽ ഏകദേശം ടോട്ടൽ 12 LBS ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട്, അതായത് തൊട്ടടുത്ത് ഈ ഒരു LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇല്ല എങ്കിൽ അടുത്ത ജില്ലയിലെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോവുക. രാവിലെ 11 മണിക്കുമായിട്ട് വിദ്യാർത്ഥികൾ എത്തിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. 11 മണിക്ക് ശേഷം പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇവിടെ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് അതുപോലെ തന്നെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു അഡ്രസ്സ് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ SC ST ഉൾപ്പെടെ ജനറൽ കാറ്റഗറി, അതുപോലെ തന്നെ EWS, അതുപോലെ തന്നെ SC BC OBC OEC എന്നിങ്ങനെ വിവിധ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് കൂടാതെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഈ ഒരു ഒക്ടോബർ 3-ാം തീയതി മുതൽ ഒക്ടോബർ 5-ാം തീയതി വരെ അതിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. നിലവിൽ ഇത് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് SC ST റിസർവേഷൻ സീറ്റിൽ ഒഴിവുള്ള സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ടോട്ടൽ 15 സീറ്റാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾക്ക് നേരിട്ട് പോകാനായിട്ട് സാധിക്കാതെ വരികയാണെങ്കിലാണ് ചെയ്യേണ്ടത്. കാരണം പല വിദ്യാർത്ഥികളും പറഞ്ഞതാണ്, CPAS-ൽ അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ രക്ഷിതാക്കളെ, അതായത് നിങ്ങളുടെ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ ഈ ഒരു LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരികയൊന്നുമില്ല. അതായത് ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അഥവാ സമയത്തിന് കൃത്യമായിട്ട് എത്താൻ സാധിക്കാതെയൊക്കെ വരികയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് നൽകപ്പെടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് മറ്റൊരു കോളേജിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ കോഴ്സ് മാറുന്നതിനോ പിന്നീട് സാധിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഹാജരായിട്ട്, അതായത് LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ഹാജരായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഒഴിവുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ടോട്ടൽ 15 സീറ്റാണുള്ളത്. അതുപോലെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്ക് ലിസ്റ്റിനെ ആധാരമാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. ഇതുവരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 1000 രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒക്ടോബർ 1 മുതൽ 3-ാം തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായിട്ട് പോയിട്ട് പ്രവേശനം നേടാവുന്നതാണ്. പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അപേക്ഷയിന് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നേരിട്ട് ഹാജരാവാൻ കഴിയാത്ത പക്ഷം അടുത്ത പേജിലുള്ള ഓതറൈസേഷൻ ഫോം ഉപയോഗിച്ച് സ്പോട്ടിൽ പങ്കെടുക്കാവുന്നതാണ്. അതായത് ഇതാണ് ഈ ഒരു പ്രോക്സി ഫോം അല്ലെങ്കിൽ ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.